ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ചൂലാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചൂലാണ്. പട്ടച്ചൂല് എന്നാണ് പറയാം. നമ്മളെ കവുങ്ങിൻ്റെ പട്ട കൊണ്ട് നിർമ്മിക്കുന്ന ചൂല് നമ്മൾ സാധാരണ നല്ല നാട്ടിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് നിർമ്മിക്കുന്നത് പുതുതലമുറക്കൊന്നും അറിയില്ല. നമുക്ക് എങ്ങനെ അത് നിർമ്മിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. ഇതാണ് നമ്മളെ പട്ട കവുങ്ങിൻ്റെ പട്ടയാണിത്. ഇത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഇങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. നേരത്തെ വെട്ടി വെച്ച പട്ട ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ മുറിയും. ഇതുപോലെ നമ്മൾ ആദ്യം കുറച്ച് ഇതെടുത്തുകൊണ്ട് ഓരോ പീസ് ആക്കി വെക്കണം. ഇങ്ങനെ അടുത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണം. ഒരു ചൂല് നിർമ്മിക്കാൻ ഏകദേശം ഒരു 9 പട്ടൻ്റെ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൊതുവെ സാധാരണയായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. മുറിച്ച് വെച്ച പട്ട ഇതുപോലെ ചെത്തിയെടുക്കുകയാണ്. അതിൻ്റെ സൈഡ് അതുപോലെ ചെത്തിയെടുക്കണം. നമ്മളിങ്ങനെ കട്ടി മാക്സിമം കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കിയെടുത്തതിനകത്താണ് ഇതുപോലെയുള്ള വെയിലുള്ള സ്ഥലത്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം. ഏകദേശം ഒരാഴ്ചയൊക്കെ നമ്മൾ ഇതുപോലെ ഉണക്കിയെടുക്കേണ്ടതുണ്ട്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂലിൻ്റെ രീതിയിൽ കെട്ടിയെടുക്കാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഇതാണ് നമ്മളെ മുള്ളുമരം. ഇതുമ്പോൾ നമ്മൾ ചൂല് വലിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചൂലിൻ്റെ രീതിയിലായി കിട്ടുള്ളൂ. നമുക്കതിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത ചൂല് ഇതുമ്പോൾ വലിച്ചെടുക്കണം. ഈ രീതിയിൽ നമ്മൾ വലിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം അകത്തൊക്കെ ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ചൂല് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് യൂസ് ചെയ്തോ അടിച്ചെടുക്കുക. ഈ രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ അടിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, കഴിഞ്ഞൊന്ന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Subscribe now and press the bell icon. Never miss an update.